ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെഡിങ് വീഡിയോനെ പാർട്ട് 1 കാണാത്ത എല്ലാവരും തന്നെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് മാത്രം ഇത് കണ്ടാൽ മതി. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ തേടി പോകാൻ നിൽക്കുകയാണ്. നമ്മളവിടെ തേടി പോകുകയെന്നാണ് പറയല്ലേ, അഥവാ പെണ്ണിനെ അവളെ വീട്ടിൽ നിന്നിട്ട് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു ചടങ്ങ്. അപ്പോൾ നമ്മളെ ഇവിടുന്ന് എല്ലാവരും പോകും ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വണ്ടി പോയിട്ട് കയറുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി പോയി കയറാൻ നിന്ന സമയത്ത് എന്നോട് കുട്ടിമോള് പറയാം, എനിക്കിരിക്കാൻ സ്ഥലമില്ല, എവിടെയെങ്കിലും പോയി നിന്ന് എനിക്കിരിക്കാൻ സ്ഥലമൊന്നുമില്ല, എത്ര സ്ഥലമുള്ളൂ പറയാം. ഞാൻ പറഞ്ഞു ഈ സ്ഥലത്ത് ഞാനെങ്ങനെ ഇരിക്കാറാണ്. ഞാൻ അവളോട് കുറേ നേരം അടി ഉണ്ടാക്കി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനം എടുത്തു 2 വണ്ടി എടുക്കാൻ എന്നുള്ള തീരുമാനത്തിൽ വന്ന് അങ്ങനെ സാബുവാണ് ഞങ്ങളെ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലുള്ള യാത്ര തുടങ്ങി. നമുക്ക് വെന്നിയൂരിന്ന് തിരിഞ്ഞിട്ട് വേണം തെയ്യാല പോയി, തെയ്യാലെന്ന് ഓമച്ചപ്പുഴ, ഇന്നലെ തലേന്ന് കല്യാണത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ പോയിരുന്നില്ല. അപ്പോൾ ആ ഒരു റൂട്ടിൽ തന്നെയാണ്. അവിടെ തന്നെ ഓമച്ചപ്പുഴയുള്ള VKH ഓഡിറ്റോറിയം ആയിരുന്നു അവരുടെ പെണ്ണിൻ്റെ വീട്ടിലുള്ള ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തി. നേരെ നമ്മൾ ഉള്ളിലൂടെ എൻ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുട്ടികൾ വന്നിരുന്നു. പക്ഷെ നമുക്ക് അപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ ഒറ്റോർത്ത് ഇറങ്ങുന്ന സമയത്ത് വെള്ളം കുടിച്ചിറങ്ങിയതുകൊണ്ട് പിന്നെ വേണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ഭയങ്കര കയ്യൊട്ടിക്കളിയായിട്ട് നമ്മൾ വിചാരിച്ചു പെണ്ണിനെ എൻട്രി ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും, ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചാണ് വന്ന് നോക്കിയപ്പോഴോ ഇവിടെ വന്നിട്ട് നമ്മളെ ചെക്കന്മാർക്ക് തന്നെ വിടുത്ത പരിപാടി. ഓല് ചെക്കനെ എൻട്രി ഉണ്ട്, ചെക്കൻ്റെ മെയിൻ എൻട്രിക്ക് വേണ്ടിയിട്ട് അമ്മോനും കസിൻസും എല്ലാവരും കൂടെ ഓല് കയ്യൊട്ടിക്കളി. ഇതിപ്പോൾ ചെക്കൻ്റെ വീട്ടിലെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത്, പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമാണെന്ന് സംശയമുള്ള രീതിക്കുള്ള കളി ചെയ്തിട്ടുണ്ട് അവിടെ നടന്നിരുന്നത്. അങ്ങനെ കുറേ നേരമൊക്കെ കളിച്ച് ലാസ്റ്റ് ചെക്കനെ നമ്മൾ സ്റ്റേജിന്മേൽ കൊണ്ടുപോയി ഓല് കയറ്റി, നമ്മളല്ല ഓല് കൊണ്ടുപോയി കയറ്റി. നമ്മളവിടെ സീറ്റിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഓല് കുറേ നേരം ആടിപ്പാടി അർമാദിച്ച് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, അവർ ചെക്കനെ അവിടെ വെച്ച് കണ്ട് ഓലൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്നു. ഇനിയിപ്പോൾ ചെക്കനെ കുറച്ച് സിംഗിൾ ഫോട്ടോസും അങ്ങനത്തെയൊക്കെ, പിന്നെ കല്യാണമാണല്ലോ അങ്ങനത്തൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് ആരിഫമ്മേനെ എത്ര വിളിച്ചിട്ട് മെയിൻറ്റെയിൻ ഇല്ലേ, അമ്മേനെ വിളിച്ച് നിങ്ങൾ ക്യാൻഡിഡായിട്ട് നിൽക്കണ മാതിരി നിൽക്കുകയാണ്, വിളിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വെച്ചപ്പോൾ അതന്നെ പറഞ്ഞു. അതിനിടയിൽ കൂടി ഞാൻ നമ്മുടെ ഷാസിയാൻ തപ്പി, ഷാസിയാനെ കിട്ടിയില്ല. അങ്ങനെ നമുക്ക് നേരെ ചായ കുടിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ നേരെ ചായ കുടിക്കാൻ പോവാറിന്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോളിലോട്ട് കയറിയ സമയത്ത് തന്നെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ഈ ചേച്ചി നമ്മൾ അങ്ങോട്ട് വാ മോളെ പറഞ്ഞ് നമ്മൾ മാടി വിളിച്ച്, നല്ലൊരു ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ സീറ്റിൽ തന്നെ നമ്മൾ പോയി കാണിരുന്നു. ഞാനും അയ്യാനും കൂടെ ആയിരുന്നു ഇരുന്നിരുന്നു, അല്ലു വേറെ അമ്മാൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ബണ്ണും അതുപോലെ ഒരു ബ്രോസ്റ്റ് പീസും ആയിരുന്നുണ്ടായിരുന്നു, പിന്നെ കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ കൈ കഴുകാൻ വീണ്ടും പോകണം. അപ്പോൾ അമ്മായി വീണ്ടും കളിക്കുക, എന്താ അവളെ എൻ്റെ മുമ്പിൽ വെച്ച് വർത്തമാനം പറയാൻ വയ്യില്ല, ചൊക്കെ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്വീറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് വീണ്ടും കീപ്പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അതിന് ശേഷം അയാൾക്ക് കുറച്ച് ഞാൻ ടിഷ്യൂവിൽ കുറച്ച് പൊതിഞ്ഞു കൊടുത്തിന്. അല്ലു ഓൾറെഡി പൊതിഞ്ഞിട്ട്. അപ്പോൾ എന്നോട് കസിൻസ് പറഞ്ഞു, ഈ ഇങ്ങനെ എടുക്കണം, ഇപ്പോൾ വീഡിയോ എടുക്കണം, ഫോൺ കാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ തരൂല്ല, ഇതൊന്നും തരൂല്ല എന്ന്. അതിൻ്റെ ഇടയിലാണ് അവിടുന്ന് പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് പിന്നെ കയ്യൊക്കെ തുള്ളി ചാടാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഷാനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം, പെണ്ണെപ്പോൾ വരും. പെണ്ണിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവന് ചില്ലറക്കാരനാണ്, ഇവൻ സംഭവമാണ്, ഇവന് നല്ലൊരു റെക്കോർഡൊക്കെ ഉണ്ട്. ഇത് മോൾട്ടിൻ്റെ ഹസ്ബൻഡാണ്, റീനുവിൻ്റെ നാത്തൂനും ഹസ്ബൻഡുമാണിത്. ഇത് വൈറ്റ് ഷർട്ട് വരുന്നത് നമ്മൾ അമ്മായിൻ്റെ മോനാണ്, റെഡ് ഷർട്ട് ആമാൻ്റെ മോനാണ്. അപ്പോൾ ഓലറ്റിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്താണ് ഓലിക്ക് അവരുടെ പഴയ ഫോട്ടോ, അഥവാ കാക്കാൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഫോട്ടോ, ഈ അത് കണ്ടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നെ. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവരുടെ പണ്ടത്തെ കൊല്ലം. അപ്പോൾ അവരെനിക്ക് കാണിച്ചത്, ഇത് നോക്ക്, ഇത് കണ്ടിട്ട് ഞങ്ങളെന്നുള്ള എല്ലാം മനസ്സിലാവേണ്ടെന്നൊക്കെ ചോദിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് പെണ്ണിൻ്റെ എൻട്രി വരുന്നത്. നമ്മളൊരു കൈയൊട്ടിക്കൾ ഇങ്ങനെ എവിടുന്നോ കേട്ടപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ പെണ്ണിതാ വരുന്നത്. അപ്പോൾ അത് ഷാനും എണീറ്റെന്ന്. ഇനിയിപ്പോൾ കുറേ പരിപാടികളുണ്ടല്ലോ, ഇവിടുന്ന് ടാറ്റ് കാണിക്കും, അവിടുന്ന് ടാറ്റ് കാണിക്കും, ഇവിടുന്ന് ഒരു ബൈ പറയും, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ പിന്നെ കൈയായിട്ടാനും ഡാൻസ് കളിക്കാനും ഒന്നായിട്ട് അവരുടെ കൂടെ നമ്മളും അങ്ങോട്ട് മിങ്കിളായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയമൊക്കെ കാരണം ഫോട്ടോഗ്രാഫേഴ്സിന് അതിനനുസരിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം എടുക്കേണ്ടിയില്ല. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയാണ് എൻട്രി ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ നമ്മളിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മളിവിടുന്ന് ഷാനുവിനെ സപ്പോർട്ടിങ്ങിനും അതുപോലെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മളിവിടെ തകർക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് അമ്മ പറഞ്ഞു, മക്കളെ നമുക്ക് നമ്മളെ വീട്ടിൽ പോയിട്ട് കളിക്കാണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ എനർജി തീർക്കല്ലേ, അപ്പോൾ നമുക്ക് അവിടെയും പോയിട്ട് കളിക്കാണ്ട് കിട്ടോ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന്. അങ്ങനെ നല്ല ഫയർ വർക്കൊക്കെ വന്നിട്ട് പെണ്ണിനെ സ്റ്റേജിലോട്ട് കയറുന്ന ഇതായിരുന്നു. അപ്പോൾ നേരെ ഷാനു കൈയൊക്കെ പിടിച്ചിട്ട് പെണ്ണിനെ സ്റ്റേജിലോട്ട് കയറി. അവളുടെ ഡ്രസ്സ് ഭയങ്കര വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിട്ട് അതൊക്കെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് പോപ്പർ എന്തൊക്കെയോ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളൊന്നും കൂടെ റീടേക്ക് എടുക്കണമെന്ന് ക്യാമറമാൻ പറഞ്ഞ സമയത്ത് വീണ്ടും കയറ്റി. ആ സമയത്ത് എൻ്റെ പോപ്പറൊക്കെ നല്ല സൂപ്പറായിട്ട് പൊട്ടി, നല്ല അടിപൊളിയായിരുന്നു കാണാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനുശേഷം പിന്നെ ഈ ഒരു ബ്ലൂ ഡ്രസ്സ് ഇട്ട എല്ലാവരും
പെണ്ണിൻ്റെ സൈഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പിന്നെ സ്റ്റേജിൽ കയറി അവരുടെ വക ഡാൻസ്, പാട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ സമയത്ത് നമ്മളിവിടെ ബത്തമീസത്തിൽ പാട്ടൊക്കെ ഇട്ടപ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ ഡാൻസ് കളിക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമുക്ക് മഹർ കെട്ടലാണ്. നിക്കാഹ് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ മഹർ കെട്ടിയിട്ടില്ലെന്ന് മഹർ ഈ ഒരു വൈകുന്നേരം അഥവാ നമ്മൾ തേടി പോകുന്ന സമയത്താണ് നമ്മൾ മഹർ കെട്ടുക. ചില ആൾക്കാർ നിക്കാഹ് കഴിഞ്ഞ സമയത്ത് തന്നെ മഹർ കെട്ടലുണ്ട്. പക്ഷെ നമ്മൾ കല്യാണത്തിന് തേടി പോകുന്ന സമയത്താണ് മഹർ കെട്ടാന്ന് വെച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള ടൈമായിരുന്നു. അപ്പോൾ ക്യാമറാമാൻ അവരൊക്കെ മഹറിൻ്റെ മേലെ ആ ഒരു പോപ്പറിൽ വന്ന പേപ്പേഴ്സ് ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അതിനുശേഷം മഹറൊക്കെ കെട്ടി കൊടുത്തു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ വീട്ടിൽ തന്നെ, വീട്ടിലേക്കല്ല ഓഡിറ്റോറിയത്തൊക്കെ പോവുകയാണ്. കാരണം ഇനി ഇവർ വരുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. അവിടെ നമുക്ക് പെണ്ണിനും ചെക്കിനും നല്ലൊരു അടിപൊളി എൻട്രി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ നേരെ എന്തായി നമ്മൾ ഓഡിറ്റോറിയം ലൈവിലോട്ട് പോയി. അപ്പോൾ നമ്മളവിടെ വന്ന സമയത്ത് തന്നെ നേരെ പോയത് ഒരു വെൽക്കം ഡ്രിങ്ക്. കാരണം നമ്മൾ മറ്റോടത്തുനിന്ന് കുടിക്കാത്തതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ദാഹിച്ച്. അപ്പോൾ അത് കുടിച്ച് അതിനുശേഷം ഇവരെ വക ഒപ്പനയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ട് അവരെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളതൊക്കെ കളിച്ചു. അതിനുശേഷം ഈവനിങ് ടൈമായി പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. നമ്മളെ കൂടെ തേടി ഇങ്ങോട്ടും വരും. അപ്പോൾ അവർ വന്നവരൊക്കെ തിരിച്ചു പോയി. അതിനുശേഷം പിന്നെ നമ്മളെ ഫാമിലി മാത്രമുള്ളതായിരുന്നു. അതിനുശേഷം പിന്നെ ഫാമിലി ഫോട്ടോ എടുക്കലായി. ഇതാണ് മൊത്തം ഫാമിലി വരുന്നത്, അമ്മോൻ്റെ ഫാമിലി വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മറ്റേ പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ എൻട്രൻസിലുണ്ടായിരുന്നു, അവർ പോയി. അതിനുശേഷം സിംഗിൾ ഫോട്ടോ, പിന്നെ ഈ മാല ഇടുന്നത്, വരമാലയുടെ ചടങ്ങ്, അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് മറ്റേ ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരുപാട് ടൈം എടുത്തു. കാരണം ഒരു 5 മണിക്കൊക്കെ ഓഡിറ്റോറിയം ക്ലോസ് ചെയ്യേണ്ട സമയമാണ്. പക്ഷെ നമ്മൾ ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അമ്മോൻ പറഞ്ഞു നേരെ ഇറങ്ങിയതല്ല, ഇനി നിൽക്കണം നേരെ നടന്നോന്ന് പറയണം. അമ്മോൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ഗ്രൂമിൻ്റെ വണ്ടിമേ വെച്ചിരുന്ന റോസാപ്പൂ അതൊക്കെ നമ്മൾ എല്ലാവരും മൾട്ടി എടുത്ത് പറഞ്ഞാൽ എല്ലാവരും പറിച്ചെടുത്തതാണ്. അങ്ങനെതാ നമ്മളെ വീട്ടിലോട്ടുള്ള കാറുകളൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് പൊതുവേ ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞ് നമുക്കൊരു ചടങ്ങുണ്ട്, പെണ്ണിനും ചെക്കനും നടത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഓളെ ഡ്രസ്സ് ഭയങ്കര ഹെവി ആയിട്ട് നടത്തിച്ച പാവല്ലേന്ന് വെച്ചിട്ട് നമ്മളെന്തായി ജസ്റ്റ് കുറച്ച് ദൂരം മാത്രം ഒന്ന് നടത്തിച്ച് അതല്ല ബാക്കിലെ വെയിലൊക്കെ ഒരുപാട് ആൾക്കാർ പൊന്തിച്ച് കണ്ടിട്ട് നമ്മളെ ഓളെ കൊണ്ടുപോയത് വീട്ടിലേക്ക്. അങ്ങനെ നേരെ ഇനി വീട്ടിലേക്ക് എത്തിയാണ് ഇനി ഉള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെ നോർമൽ കോസ്റ്റ്യൂമിലോട്ട് മാറ്റില്ല. അങ്ങനെ റൂമൊക്കെ കൊണ്ടുപോയി ചടങ്ങായിരുന്നു. അപ്പം റൂമൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മളൊരു ഗ്യാതറിങ്, ഒരു കട്ടുമേശ സമ്മേളനം പോലെ എല്ലാവരും ഇരുന്ന്. ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്യാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോളിയിട്ടോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ എല്ലാവരും ചെക്ക് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.